എല്ലാവരും വീട്ടിലുള്ള നേരമാണെങ്കിൽ ആഹാരം കഴിക്കാൻ നേരം മക്കളും ഭാര്യയും ഒക്കെ തന്റെ അരികിൽ വേണമെന്ന നിർബന്ധം വിജയകൃഷ്ണൻ വക്കീലിനുണ്ട്. അതറിയാവുന്നതിനാൽ എല്ലാവരും വെറുതെയെങ്കിലും വന്ന് ഒന്ന് അച്ഛന്റെ അരികിൽ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ വിശേഷം പറഞ്ഞ ശേഷം എണീറ്റ് പോകും. ഇന്ന് വിജയകൃഷ്ണൻ ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ അനുറാണിയില്ലെന്ന് കണ്ട് അവൾ എവിടെയെന്ന് അദ്ദേഹം തിരക്കി. ആരും കാണാതെ അനു അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരു ഉരുള ചോറ് എങ്ങനെയെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാറുള്ളതാണ്. അവളെവിടെ അനു? ആഹാരം കഴിക്കുന്നതിനിടയിൽ അയാൾ പ്രവീണയെ നോക്കി തിരക്കി. അവൾ അവിടെ കിടന്ന് പോത്തുപോലെ ഉറങ്ങുന്നു. അച്ഛൻ വന്ന വിവരം അറിഞ്ഞിട്ട് കൂടിയില്ല. നിനക്ക് അവളെ കൂടി വിളിച്ചുകൊണ്ട് ഇറങ്ങി വരാൻ വയ്യായിരുന്നോ മോളെ? എന്തിനാ? എന്നിട്ട് അച്ഛൻ അവൾക്ക് മാത്രം ആരും കാണാതെ ഉരുട്ടി വായിൽ വെച്ചു കൊടുക്കും. അതിനല്ലേ അവൾ അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. എടീ കുശുമ്പി. സുമംഗല അവളെ നോക്കി ചിരിച്ചു. അച്ഛൻ ഞങ്ങൾക്കാർക്കും തരാറില്ലല്ലോ. പ്രവീണ അച്ഛനെ പരിഭവത്തോടെ നോക്കി. നീ എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ മോളെ. അവള് ചോദിച്ചു വാങ്ങുന്നതല്ലേ. അവള് ചോദിച്ചു വാങ്ങിക്കുന്നതാണെങ്കിലും അവൾക്ക് കൊടുക്കുമ്പോൾ അച്ഛൻ എനിക്കും തരണ്ടേ? ആ പറഞ്ഞത് ന്യായം. വിജയേട്ടന് അതിനെന്തെങ്കിലും മറുപടി ഉണ്ടോ? സുമംഗലയുടെ ചോദ്യത്തിനുള്ള മറുപടിയായി അടുത്ത ഉരുട്ടിയെടുത്ത ചോറുള്ള അയാൾ പ്രവീണയ്ക്ക് നേരെ നീട്ടി. ഒരു ചമ്മിയ ചിരി അമ്മയ്ക്ക് കൊടുത്തിട്ട് പ്രവീണ വായ തുറന്നു. അടുത്തതായി വിജയകൃഷ്ണൻ വക്കീൽ സുമംഗലയെ നോക്കി. ഇനി തനിക്ക് വേണോ? അയാൾ തിരക്കി. ഓ അവിടുന്ന് പെണ്ണിന്റെ മുമ്പ് വെച്ച കപട ഗൗരവം മുഖത്ത് വരുത്തി സുമംഗല എണീറ്റ് പുറകോട്ട് മാറി നിന്നു. വിജയകൃഷ്ണൻ ചോറുണ്ട് കഴിയും മുമ്പേ മുറ്റത്തൊരു വാഹനം വന്നു നിൽക്കുന്ന ഒച്ച കേട്ടു. ആരോ വന്നല്ലോ. വിജയകൃഷ്ണൻ അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു. നോക്കുമോളെ, അച്ഛനെ അന്വേഷിച്ച് വന്നവരാണെങ്കിൽ ഔട്ട് ഹൗസിന് മുന്നിൽ ഇരിക്കാൻ പറയും. സുമംഗല നിർദ്ദേശിച്ചു. വീട്ടിൽ വിജയകൃഷ്ണന്റെ ഓഫീസ് റൂമായി പ്രവർത്തിക്കുന്നത് ഔട്ട് ഹൗസാണ്. പ്രവീണ വാതിൽ തുറന്ന് സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവർ വന്ന ഓട്ടോയുടെ ഡ്രൈവർ എന്ന് തോന്നിപ്പിക്കുന്ന യുവാവ് പുറത്തിറങ്ങി നിന്ന് ചുറ്റിനും വീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആരാ? എന്താ വേണ്ടത്? പ്രവീണയുടെ ചോദ്യം കേട്ട് അജയൻ തിരിഞ്ഞു നിന്ന് അവളെ നോക്കി. വിജയകൃഷ്ണൻ വക്കീലിന്റെ വീടല്ലേ ഇത്? അജയൻ തിരക്കി. അതെ, ആരാ? എന്തു വേണം? സാറുണ്ടോ ഇവിടെ? അച്ഛനിപ്പോ വന്നതേ ഉള്ളൂ. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക. കേസിന്റെ കാര്യത്തിന് എന്തെങ്കിലും ആണെങ്കിൽ ദേ അവിടെ പോയിരുന്നോ, അച്ഛൻ അങ്ങോട്ട് വരും. അവൾ ഔട്ട് ഹൗസിന് നേർക്ക് വിരൽ ചൂണ്ടി. അതുവരെ ഓട്ടോയിൽ ഇരുന്ന രത്നമ്മ ടീച്ചർ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഞങ്ങൾ കേസിന്റെ കാര്യം സംസാരിക്കാൻ വന്നതല്ല മോളെ. ഞങ്ങൾക്ക് വക്കീലിനോട് അല്പം പേഴ്സണൽ കാര്യം സംസാരിക്കാനുണ്ട്. അതിനുവേണ്ടി വന്നതാ. എന്ത് കാര്യം പറയാനാണെങ്കിലും അച്ഛനോടല്ലേ സംസാരിക്കാനുള്ളത്. അവിടെ ഇരുന്നോ, അച്ഛൻ അങ്ങോട്ട് വരും. ഓട്ടോ ഇത്തിരി മാറ്റിയിട്ടോളൂ. പ്രവീണ തിരികെ അകത്തേക്ക് പോയി. ആരാ മോളെ ഓട്ടോയിൽ വന്നത്? അവൾ ചെന്നപ്പോൾ സുമംഗല ചോദിച്ചു. ഒരു സ്ത്രീ, പിന്നെ ആ ഓട്ടോ ഡ്രൈവറും അവരുടെ ആരോ ആണെന്ന് തോന്നുന്നു. അവരുടെ സംസാരം കേട്ടിട്ട് അച്ഛനോട് അവർക്ക് പേഴ്സണലായി എന്തോ സംസാരിക്കാനുണ്ടെന്ന്. ദൂരെന്ന് വരികയാണെന്ന് തോന്നുന്നു. കൊല്ലം രജിസ്ട്രേഷനാണ് ഓട്ടോ. കൊല്ലം എന്ന് കേട്ടതോടെ അവസാന ചോറുള്ള വായിലേക്ക് കൊണ്ടുപോയ വിജയകൃഷ്ണന്റെ കൈ വല്ലാതൊന്നും ഉലഞ്ഞുപോയി. അയാൾ മുഖമുയർത്തി ഭാര്യയെ നോക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് സുമംഗല പുറത്തു വന്ന ആ സ്ത്രീ ആരെന്നറിയാൻ മുഖം തിരിച്ച് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഗേറ്റ് കീപ്പർ അച്യുതൻ വന്ന് ഔട്ട് ഹൗസിന്റെ വാതിൽ തുറന്നിടന്ന് കണ്ടപ്പോൾ രത്നമ്മ ടീച്ചർക്ക് മനസ്സിലായി വിജയകൃഷ്ണൻ വക്കീൽ ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന്. അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയും തങ്ങൾക്ക് പറയാനുള്ളതും എല്ലാം അവർ മനസ്സിൽ അക്കമിട്ട് അടുക്കിയിരുന്നത് ഒന്നുകൂടി ഓർത്തെടുത്തു. അയാൾ കൈയൊഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ടീച്ചറെ? പെട്ടെന്നൊരു ദിവസം അപരിചിതരായ 2 പേർ കയറി വന്ന് നിങ്ങൾ 18 വർഷം മുമ്പ് ആത്മാർത്ഥ സുഹൃത്തിന്റെ കയ്യിൽ വളർത്താൻ ഏൽപ്പിച്ച നിങ്ങളുടെ മകളെ തിരിച്ചെടുത്തോണം എന്ന് പറയുമ്പോൾ അത് അംഗീകരിച്ചു തരാൻ അയാൾ തയ്യാറാവുമോ? അയാൾ വെറുമൊരു മനുഷ്യനല്ല, ജില്ലാ കോടതിയിലെ നല്ലൊരു ക്രിമിനൽ വക്കീൽ കൂടെയാണെന്ന് നമ്മൾ ഓർക്കണം. എനിക്കെന്തോ ഇത് നടക്കുമെന്ന് ഒരു വിശ്വാസവും വരുന്നില്ല. അജയന്റെ വാക്കുകളിൽ നിരാശ പ്രകടമായിട്ടുണ്ടെന്ന് ടീച്ചർക്ക് തോന്നി. അവർ അവനെ ഒന്ന് മുഖം തിരിച്ചു നോക്കിയതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. അവരുടെ മനസ്സിലും ഇതേ ആശങ്കകളൊക്കെ എപ്പോഴേ തോന്നി തുടങ്ങിയതാണ്. പക്ഷെ പിന്തിരിഞ്ഞു പോകാൻ വയ്യ, പ്രത്യേകിച്ചും നവമിയുടെ മുഖമോർക്കെ. അവൾ കുടിച്ച കണ്ണീരിനും നെഞ്ചുപൊട്ടിക്കരഞ്ഞ രാവുകൾക്കുമൊക്കെ ഇയാളാണല്ലോ ഹേതു എന്നോർക്കെ പിന്തിരിയാൻ രത്നമ്മ ടീച്ചർ ഒരുക്കമല്ലായിരുന്നു. ടീച്ചറെ, അയാൾ വരുന്നുണ്ട്. രാജകൊട്ടാരത്തിന്റെ മനോഹാരിതയിൽ തീർത്ത ആ വീടിന്റെ ഭംഗി ആസ്വദിക്കുന്നതിനിടയിൽ അതിന്റെ മുൻവാതിൽ തുറക്കുന്നത് കണ്ട അജയൻ പറഞ്ഞു. 6 അടി ഉയരമുള്ള അതിനൊത്ത ശരീരഭാഷയും മുഖത്ത് ഗാംഭീര്യവുമുള്ള ഒരാൾ തങ്ങളിരിക്കുന്ന ഔട്ട് ഹൗസിന് നേർക്ക് നടന്നു വരുന്നത് രത്നമ്മ ടീച്ചർ കണ്ടു. തൂവെള്ള നിറം. അയാളുടെ കണ്ണുകളിലോ മുഖത്തെവിടെയെങ്കിലുമോ ഒരു കൗശലം ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് രത്നമ്മ ടീച്ചർക്ക് സംശയമായി. അയാൾ തങ്ങളെ കടന്നു പോകുമ്പോൾ കൈകൊണ്ടൊരാംഗ്യം കാണിക്കുന്നത് അവർ കണ്ടു. വന്നോളൂ എന്നായിരുന്നു അതിന്റെ അർത്ഥം. എന്നിട്ടും അദ്ദേഹം ഓഫീസിനുള്ളിലേക്ക് കയറി 1/2 മിനിറ്റിന് ശേഷമാണ് രത്നമ്മ ടീച്ചർ അകത്തേക്ക് കയറി ചെന്നത്. അജയനോട് അവർ പുറത്തിരിക്കാൻ ആവശ്യപ്പെട്ടു. എന്തെങ്കിലും ആവശ്യം വന്നാൽ അവനെ വിളിച്ചോളാമെന്ന് പറഞ്ഞിട്ടാണ് അവർ അകത്തേക്ക് പോയത്. വിശാലമായ ഒരു ഹാൾ 2ആയി തിരിച്ചതിന്റെ ഒരു ഭാഗമാണ് ഓഫീസ് റൂമായി പ്രവർത്തിക്കുന്നത്.
നല്ല വൃത്തിയിലും വെടുപ്പിലും സൂക്ഷിക്കപ്പെടുന്ന ഒരിടം. രത്നമ്മ ടീച്ചർ അകത്തേക്ക് കയറിയതോടെ വാതിൽ തനിയെ അടഞ്ഞു. താൻ ഇരിക്കുന്നതിന് മുന്നിലുള്ള മേശയ്ക്കപ്പുറത്ത് ഇട്ടിരിക്കുന്ന കസേരയിലേക്ക് വിരൽ ചൂണ്ടി വിജയകൃഷ്ണൻ അവരോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടു. രത്നമ്മ ടീച്ചർ ഇരുന്നു കഴിഞ്ഞിട്ട് സ്വയം പരിചയപ്പെടുത്തി. രത്നമ്മ ടീച്ചർ. ആ പേര് ഓർമ്മകളിൽ എങ്ങോ നിന്നും ചികഞ്ഞെടുക്കാൻ ഒരു ശ്രമം നടത്തിയ ശേഷം അത് അയാൾ വേണ്ടെന്ന് വെച്ചു. ഞാൻ ഈ പേര് എവിടെയോ കേട്ടിട്ടുള്ളതായി തോന്നുന്നു, പക്ഷേ ഓർമ്മ കിട്ടുന്നില്ല, അയാൾ പറഞ്ഞു. അത് സാറ് പറയുന്നത് കളവാണ്. ഞാൻ കൊല്ലത്ത് രാമൻകുളങ്ങര എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നതെന്ന് കേട്ടപ്പോൾ തന്നെ സാറിന് ഏകദേശമൊക്കെ പിടികിട്ടിയിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. രാമൻകുളങ്ങര എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ രത്നമ്മ ടീച്ചർ പിടികിട്ടുന്നില്ലെന്ന് വീണ്ടും അയാൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. രാമചന്ദ്രൻ മാഷും ഞാനും ഒന്നിച്ച് ഒരേ സ്കൂളിൽ ഒരുപാട് നാൾ ജോലി ചെയ്തിട്ടുള്ളതാണ്. രാമൻകുളങ്ങര HSL. വിജയകൃഷ്ണൻ വക്കീലിന്റെ മുഖത്തെ സംശയഭാവം മാറി അവിടെ ഒരു കൗതുകമോ ആകാംക്ഷയോ ഒക്കെ മാറി മാറി വരുന്നത് അവർ കണ്ടു. രാമചന്ദ്രൻ മാഷ് മരിച്ചുപോയി. അയാളുടെ മുഖത്തുണ്ടാകാൻ പോകുന്ന ഭാവവ്യത്യാസം കാണാനായി രത്നമ്മ ടീച്ചർ പെട്ടെന്ന് പറഞ്ഞു. കുഷ്യൻ പതിപ്പിച്ച കസേരയ്ക്ക് പിന്നിലേക്ക് ചാഞ്ഞിരുന്ന വിജയകൃഷ്ണൻ ഒരു ഞെട്ടലോടെ പെട്ടെന്ന് മുന്നോട്ടാഞ്ഞു. അയാളുടെ ചുണ്ടുകൾ എന്തോ മന്ത്രിച്ചുവെന്ന് രത്നമ്മ ടീച്ചർക്ക് തോന്നി. കരിനീല ചില്ല് ഗ്ലാസ് പതിപ്പിച്ച മേശമേൽ ഓർത്തു വച്ചിരുന്ന അയാളുടെ കൈവിരലുകൾ തമ്മിൽ കൊരുത്തു വലിച്ചുകൊണ്ടിരുന്നു. 2 ദിവസമായി. എല്ലാം കഴിഞ്ഞു. അറ്റാക്കായിരുന്നു. പെട്ടെന്ന് പോകുമെന്ന് ഞങ്ങളാരും കരുതിയിരുന്നതല്ല, രത്നമ്മ ടീച്ചർ മന്ത്രിക്കും പോലെ പറഞ്ഞു. വിജയകൃഷ്ണൻ മുഖത്തുനിന്ന് കണ്ണടയെടുത്ത് മാറ്റുന്നതും ചൂണ്ടുവിരലും തള്ളവിരലും കൊണ്ട് ഇരു കൺതടങ്ങളിലും തൊടുന്നതും അവർക്ക് കാണാമായിരുന്നു. അല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം രത്നമ്മ ടീച്ചർ പറഞ്ഞു തുടങ്ങി. ഞാനിപ്പോ ഇവിടേക്ക് വന്നത് എന്തിനെന്ന് ഊഹിക്കാനുള്ള കഴിവൊക്കെ സാറിന് കാണുമെന്ന് എനിക്കറിയാം. പക്ഷേ പറയാതെ വയ്യ. ആ പെൺകുട്ടിയുടെ ഇനിയുള്ള ജീവിതം മഹാദുരിതത്തിലായി പോകും. അതുണ്ടാകാതിരിക്കണമെങ്കിൽ സാറ് മനസ്സ് വെച്ചേ മതിയാവൂ. നവമിയെക്കുറിച്ച്. ആ പേര് കേട്ട വിജയകൃഷ്ണൻ വക്കീൽ ഒരു ഞെട്ടലോടെ മുഖമുയർത്തി മുന്നിലിരിക്കുന്ന സ്ത്രീയെ നോക്കി. അവിശ്വസനീയമായതെന്തോ കേട്ട ഭാവമായിരുന്നു അയാളുടെ മുഖത്ത്. നവമിയുടെ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. അവളുടെ ഒരേ ഒരു സംരക്ഷകനായ രാമചന്ദ്രൻ മാഷ് മരിച്ചുപോയതോടെ അവളുടെ ജീവിതം ഏതവസ്ഥയിലേക്കാണ് പോകാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ. നവമിയോ? ഏത് നവമി? എനിക്കങ്ങനെ ഒരാളെ അറിയില്ലല്ലോ. പിന്നെ അവരുടെ ജീവിതം ഏതവസ്ഥയിലേക്ക് പോയാൽ എനിക്കെന്താ? നിങ്ങൾ ഇനി സ്ഥലം മാറി കയറി വന്നതാണോ ഇവിടേക്ക്? അയാൾ അവരുടെ മുഖത്തു നിന്നും നോട്ടം മാറ്റിക്കളഞ്ഞു. സ്ഥലമൊന്നും മാറിയിട്ടില്ല വക്കീലെ. എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. നവമിയെ സാറിന് അറിയില്ലെന്നോ? സ്വന്തം മകളെ അറിയില്ലെന്ന് പറയുന്ന ലോകത്തെ ആദ്യത്തെ വ്യക്തിയൊന്നും ആയിരിക്കില്ല സാർ താങ്കൾ. അതുകൊണ്ട് അത് പോട്ടെ. പക്ഷേ 18 വർഷം മുമ്പ് സ്വന്തം സുഹൃത്തിനും മകളെ വളർത്താനായി കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അവൾക്ക് 4 വയസ്സ് പ്രായമുണ്ടായിരുന്നു എന്നാണ് രാമചന്ദ്രൻ മാഷ് എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്നാണ് എൻ്റെ ഓർമ്മ. അതായത് നവമി എന്ന പേരോടെ തന്നെ ആ കുട്ടി 4 വർഷം നിങ്ങൾക്കൊപ്പം ജീവിച്ചിരുന്നു എന്നർത്ഥം. 4 വർഷം സ്വന്തം മകളായി നവമി എന്ന പേരിട്ട് വളർത്തിയിട്ട് 18 വർഷത്തിന് ശേഷം ആ പേര് പാടെ മറന്നുപോയി എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ വക്കീലെ, നിങ്ങൾ തന്ത്രപൂർവം ഒഴിഞ്ഞു മാറുകയാണെന്നേ ഞാൻ പറയൂ. നിങ്ങൾ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? എവിടെയോ കിടക്കുന്ന ഒരു പെൺകുട്ടി, അതും ആർക്കോ ജനിച്ചവൾ, അവൾ എൻ്റെ മകളാണെന്നൊരു ആരോപണം ഉന്നയിച്ചു കൊണ്ടുവന്നാൽ ഞാനത് കണ്ണും പൂട്ടി അംഗീകരിച്ചു തരണോ? ഇത്രയും നേരം നിങ്ങളെ കേൾക്കാൻ ഇരുന്നു തന്നത് തന്നെ എൻ്റെ തെറ്റ്. നിങ്ങൾക്ക് പോകാം. നിങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഏതോ ഒരു പെൺകുട്ടിയുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടാനോ അതോ എൻ്റെ കുടുംബം നശിച്ച് ചിതറിപ്പോകുന്നത് കാണാനോ? രണ്ടായാലും അത് നടക്കാൻ പോകുന്നില്ല, വിജയകൃഷ്ണൻ വക്കീൽ തീർത്തു പറഞ്ഞു. എനിക്ക് ആരുടെയും ജീവിതം നശിച്ചു കാണാനോ നശിപ്പിക്കാനോ ഒട്ടും താല്പര്യമില്ല സാർ. ഞാൻ സാറിനോട് പറഞ്ഞത് ന്യായമായ ഒരാവശ്യമാണെന്ന് സാറിനറിയാം. സാർ എത്ര കണ്ണടച്ചു നിന്നാലും ഇരുട്ടുണ്ടാകാൻ പോകുന്നില്ല സാർ. ആദ്യം താങ്കൾ അതൊന്ന് മനസ്സിലാക്കണം. ഇക്കാര്യത്തിൽ ഇതിൽ കൂടുതലൊന്നും എനിക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. എനിക്കങ്ങനെ ഒരു മകളില്ലെന്ന് എനിക്കറിയാവുന്നതിൽ കൂടുതൽ വാസ്തവം വേറെയില്ലല്ലോ. അതുകൊണ്ട് പറയുകയാണ്, ഇത്രയും നേരം ഒരു അധ്യാപിക എന്ന നിലയിൽ നിങ്ങൾക്ക് നൽകിയ ബഹുമാനം ഇനി എന്നിൽ നിന്ന് ഉണ്ടായി എന്ന് വരില്ല. അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത്, മുഖം കറുത്ത് സംസാരിക്കാൻ ഇടയാക്കാതെ നിങ്ങൾക്ക് മടങ്ങിപ്പോകാമെന്ന്. ഞാൻ മടങ്ങിപ്പോകാൻ തന്നെയാണ് സാർ വന്നത്. പക്ഷെ അതിനു മുമ്പ് ഞാൻ തെറ്റിദ്ധരിച്ചുപോയി. നവമി എന്നൊരു പെൺകുട്ടിക്ക് നിങ്ങളിൽ നിന്ന് നീതി കിട്ടുമെന്ന്. വേറും നീതിയല്ല, അവളുടെ അച്ഛൻ എന്ന സ്ഥാനത്തിന്റെ നീതി. അവൾ നിങ്ങളുടെ മകളല്ലെന്ന് തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് അവളെ ഇനി ഏതോ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് തന്നെയല്ലേ നല്ലത്. ഒന്നുകൂടി പറയാനുണ്ട് എനിക്ക്. സ്വന്തം കൂട്ടുകാരന്, ആത്മാർത്ഥ സ്നേഹിതന് താങ്കൾ നൽകാത്ത നീതിയൊന്നും ഇവിടെ നിന്നും ഞാനും പ്രതീക്ഷിച്ചു വരാൻ പാടില്ലായിരുന്നു, അല്ലേ സാർ? ചെയ്യാത്ത തെറ്റിന്റെ മുഖം ശിരസിലേറ്റിക്കൊടുത്ത് സ്വന്തം സുഹൃത്തിനെ 18 വർഷം നരകത്തീയിലിട്ട് നീറ്റിച്ച ശേഷം സ്വയം ജീവിതം ആഘോഷമാക്കിയ താങ്കളിൽ നിന്ന് ഞാൻ എന്ത് നീതി പ്രതീക്ഷിക്കാൻ, അല്ലേ? ഞാനത് മനസ്സിൽ നിന്നേ കളഞ്ഞു. പക്ഷെ നിങ്ങളൊന്നോർക്കണം,
സ്വന്തം ചോരയിൽ പിറന്ന നിങ്ങളുടെ മകൾ നാളെ ഒരു പക്ഷേ തെരുവിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ കൂനിപ്പിടിച്ചു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വന്നേക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺവാണിഭക്കാരന്റെയോ സ്ത്രീ ലംബടന്റെയോ പിന്നാലെ ശിരസം കുനിച്ചുകൊണ്ട് പോകുന്നത് കണ്ടേക്കാം. ഏതാനും നാണയത്തുട്ടുകൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ രാവെളുപ്പിക്കാൻ വേണ്ടി മാത്രം ഒരിടം തേടി. നമ്മുടെ നാടാണ്, ഒന്നും പറയാൻ വയ്യ. വിശപ്പടക്കാൻ ഒരു പിടി അന്നത്തിനോ ദാഹമകറ്റാൻ ഒരു തുള്ളി വെള്ളത്തിനോ വേണ്ടി ഇതും ഇതിനപ്പുറവും നമ്മുടെ കൺമുന്നിൽ സംഭവിച്ചേക്കാം. കാരണം നാളെ ആരും തുണയില്ലാതെ തെരുവിലേക്ക് ഇറങ്ങിപ്പോകേണ്ട പെണ്ണാണവൾ. ഇന്നോളം അവളെ കാത്തു സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന സുരക്ഷിത കരങ്ങൾ അവളെ വിട്ടുപോയി കഴിഞ്ഞു. ഇനി അവൾക്ക് ചുറ്റുമുള്ളത് കുറെ കഴുകൻ കൂട്ടങ്ങൾ മാത്രം. അവർക്ക് അവളെ വേണ്ട. അവളുടെ രക്തവും മാംസവും ഭക്ഷിക്കാൻ വേണ്ടി മാത്രം ദുരയോടെ കാത്തിരിക്കുന്ന മനുഷ്യമൃഗങ്ങളാണ് അവരൊക്കെ. ആരും വരില്ല അവളെ രക്ഷിക്കാൻ, ഇപ്പറയുന്ന ഞാൻ പോലും. നമ്മുടെ എല്ലാം കൺമുന്നിലൂടെ അവൾ ദുരിതത്തിലേക്ക് ആണ്ടുപോകുമ്പോൾ വിജയകൃഷ്ണൻ വക്കീലും അത് കണ്ട് കാണാത്ത ഭാവത്തിൽ കണ്ണടച്ചിരുന്നോണം. കാരണം ലോകത്തുള്ള ജനങ്ങൾക്ക് മൊത്തം നീതി വാങ്ങിച്ചു കൊടുക്കുന്ന താങ്കളുടെ മകളല്ലല്ലോ അവൾ. രത്നമ്മ ടീച്ചർ അയാളുടെ മുഖത്തേക്ക് നോക്കി. വികാര വിക്ഷോഭത്താലും മാനസിക സമ്മർദ്ദത്താലും അയാളുടെ മുഖം വലിഞ്ഞു മുറുകെ കഴിഞ്ഞിരുന്നു. ആ മനസ്സിൽ ഇപ്പോൾ ഒരു ചാഞ്ചാട്ടം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് അവർക്ക് തോന്നി. 18 വർഷം മുമ്പ് സ്വന്തം മകളെ കൂട്ടുകാരന് വളർത്താനായി കൈമാറുമ്പോൾ അയാളിൽ നിന്നും താങ്കൾ പിടിച്ചെടുത്തത് ആ കുടുംബത്തിന്റെ അന്നോളം ഉണ്ടായിരുന്ന സമാധാനമായിരുന്നു എന്ന കാര്യം വക്കീലിന് അറിയാമോ? അറിയില്ലെങ്കിൽ താങ്കൾ അറിയണം. അവിടെ തീർന്നിരുന്നു രാമചന്ദ്രൻ മാഷിന്റെ ജീവിതം. ഓരോ ദിവസം സ്വന്തം ഭാര്യയോടും മക്കളോടും പടവെട്ടി ഒരേ കൂരയ്ക്ക് കീഴിൽ കഴിയുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ താങ്കൾക്ക് ഊഹിക്കാൻ കഴിയുമോ വക്കീലെ? ഇല്ലെങ്കിൽ ഒന്ന് ഓർത്തു നോക്കണം. അതത്ര സുഖകരമായ അവസ്ഥയല്ലെന്ന് അപ്പോഴേ മനസ്സിലാവൂ. എത്രയെത്ര രാപ്പകലുകളിൽ അയാൾ ഭാര്യയോടും മക്കളോടും അവൾക്ക് വേണ്ടി പോരടിച്ചിട്ടുണ്ടാവും. അവരോട് മാത്രമാണോ? എത്രയെത്ര ബന്ധുമിത്രാദികൾക്ക് മുമ്പിൽ അയാൾ ഉത്തരം മുട്ടി നിന്നു പോയിട്ടുണ്ടാകും. നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് എന്ത് മറുപടിയാകും മാഷ് കൊടുത്തിട്ടുണ്ടാവുക? അവരെയും എല്ലാം പറഞ്ഞ് വിശ്വസിപ്പിക്കണമല്ലോ. അദ്ദേഹത്തിന്റെ ഭാര്യയെയും മക്കളെയും ഇക്കാര്യത്തിൽ കുറ്റം പറയാനും കഴിയില്ല. അവർക്ക് മുമ്പിൽ നവമി എന്ന പെൺകുട്ടി രാമചന്ദ്രൻ മാഷുടെ മകളാണ്. അതായത് അദ്ദേഹത്തിന്റെ അവിഹിത സന്തതി. സ്വന്തം ഭർത്താവിന്റെ അവിഹിത സന്തതിയെയാണ് അയാളുടെ ഭാര്യ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഏതു നിമിഷവും മുന്നിൽ കാണുന്നത്. അതിൽ കൂടുതൽ എന്തു വേണം ആ കൊച്ചു പെൺകുട്ടിക്കും അവളെ ഏറ്റെടുത്ത ആ നല്ലവനായ മനുഷ്യനും ജീവിതം താറുമാറാകാൻ? ശ്വാസം വിടാൻ പോലും ആകാത്ത വിധമുള്ള അദ്ദേഹത്തിന്റെ 18 വർഷ കാലയളവിലെ ജീവിതം. ഇതൊക്കെ എന്തിനാണ് അദ്ദേഹം ശിരസിലേറ്റിയത് എന്ന് കൂടി ഓർക്കണം. സ്വന്തം സുഹൃത്തിന്റെ ആത്മാഭിമാനം കാത്തു സംരക്ഷിക്കാൻ സ്വന്തം ജീവിതം നശിപ്പിച്ചു കളഞ്ഞയാൾ. ഇതിനൊക്കെയുള്ള പ്രത്യുപകാരമായി വേണമെങ്കിൽ വെറും വിഡ്ഢി എന്നൊരു വിശേഷണം കൂടി താങ്കൾക്ക് രാമചന്ദ്രൻ മാഷിൽ ചാർത്തി കൊടുക്കാൻ സാധിച്ചേക്കും. വിജയകൃഷ്ണൻ വക്കീൽ അവർക്ക് മുൻപിൽ നിന്ന് എണീറ്റ് ജനാലയ്ക്കരികിൽ ചെന്നു നിന്ന് വീട്ടിലേക്ക് നോക്കി. അവിടെ സുമംഗലയുണ്ട്. തന്റെ 3 മക്കളുണ്ട്. സ്വർഗം പോലെ സ്നേഹം മാത്രം നിറഞ്ഞു തുളുമ്പുന്ന ഒരു വീടുണ്ട്. ഞാൻ പൊയ്ക്കോട്ടെ സാർ. അയാൾ ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ രത്നമ്മ ടീച്ചർ എണീറ്റു. എനിക്കൊരു കുടുംബമുണ്ട് ടീച്ചറെ. അത് അനാഥമായി പോകുന്നതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അത് ചിന്ന ഭിന്നമായി പോയാ പിന്നെ വിജയകൃഷ്ണനില്ല. അയാൾ അവർക്ക് മുഖം കൊടുക്കാതെ പറഞ്ഞു. ഇത് നിങ്ങൾ എന്നോടല്ല വിജയകൃഷ്ണൻ വക്കീലെ പറയേണ്ടിയിരുന്നത്. 18 വർഷം മുമ്പ് സ്വന്തം കൂട്ടുകാരന്റെ മുമ്പിൽ നിന്ന് നിങ്ങൾ യാചിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കി രാമചന്ദ്രൻ മാഷ് പറയേണ്ടിയിരുന്ന വാചകമാണിത്. എങ്കിൽ എനിക്ക് വന്ന് ഇന്ന് നിങ്ങളുടെ അരികിൽ ഈ നിൽപ്പ് നിൽക്കേണ്ടി വരില്ലായിരുന്നു. തന്റെ മുമ്പിൽ നിൽക്കുന്ന സ്ത്രീ ഒരു ചാട്ടവാർ കൊണ്ട് തന്നെ വീശിയടിച്ചതുപോലെയാണ് വിജയകൃഷ്ണൻ വക്കീലിന് തോന്നിയത്. അത്രയ്ക്കുണ്ടായിരുന്നു ആ വാക്കുകളുടെ ശക്തി.